ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. 2026 ജനുവരി 1 മുതലാണ് ഈ വിലക്ക് പ്രാബല്യത്തിൽ വന്നത്. ഇസ്രായേലിന്റെ നിലപാടിനെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന 30-ലധികം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രവർത്തന ലൈസൻസാണ് ഇപ്പോൾ ഇസ്രായേൽ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ലോക പ്രശസ്തമായ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ, ഓക്സ്ഫാം, ആക്ഷൻ എയ്ഡ് തുടങ്ങിയ സംഘടനകളും ഉൾപ്പെടുന്നു. ഗസയിലെ ആശുപത്രികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും താങ്ങായി നിന്നിരുന്ന വലിയൊരു വിഭാഗം സേവനങ്ങളാണ് ഇതോടെ നിലയ്ക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് വെച്ച പുതിയ സുരക്ഷാ നിബന്ധനകൾ ഈ സംഘടനകൾ പാലിച്ചില്ല എന്നാണ് ഈ വിലക്കിന് കാരണമായി ഇസ്രായേൽ പറയുന്നത്. ഗസയിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയരും വിദേശികളുമായ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വളണ്ടിയർമാരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. ഹമാസുമായോ മറ്റു സംഘടനകളുമായോ ജീവനക്കാർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇതെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നിബന്ധനകൾ തങ്ങളുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നും ജീവനക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നുമായിരുന്നു സന്നദ്ധ സംഘടനകളുടെ നിലപാട്. ഇതിനെ തുടർന്ന് ജീവനക്കാരുടെയും വളണ്ടിയർമാരുടെയും വിവരങ്ങൾ കൈമാറാൻ ഈ സംഘടനകൾ തയ്യാറായില്ല. പിന്നാലെയാണ് സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയതായി ഇസ്രായേൽ അറിയിച്ചത്. ഈ വിലക്ക് ഗസയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യ മേഖലയിലും ഭക്ഷ്യസഹായ വിതരണത്തിലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഗസയിലെ ഏകദേശം 20% ആശുപത്രി കിടക്കകളുടെയും പ്രസവ ശുശ്രൂഷകളുടെയും 1/3 ചുമതല വഹിച്ചിരുന്നത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയായിരുന്നു. പരിക്കേറ്റവർക്കുള്ള ചികിത്സ, ശസ്ത്രക്രിയകൾ എന്നിവയെല്ലാം ചെയ്തത് ഈ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന സംഘടനകൾക്കും ഇസ്രായേൽ ഇന്നലെ മുതൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്സ്ഫാം, വേൾഡ് വിഷൻ തുടങ്ങിയ സംഘടനകൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണപ്പൊതികളും കുടിവെള്ളവും എത്തിച്ചിരുന്ന സംഘടനകളായിരുന്നു. ഇവരുടെ പ്രവർത്തനം നിലയ്ക്കുന്നതോടെ ഗസയിൽ പട്ടിണി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 13 ലക്ഷം ആളുകൾക്ക് ടെന്റുകളും മറ്റ് താമസ സൗകര്യങ്ങളും നൽകിയിരുന്ന ചില സംഘടനകൾക്കും ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നോർവീജിയൻ റെഫ്യൂജി കൗൺസിലായിരുന്നു ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന സംഘടന. ടെന്റുകൾ, പുതപ്പുകൾ, മറ്റ് ശൈത്യകാല പ്രതിരോധ സാമഗ്രികൾ എന്നിവയെല്ലാം ഇവർ ഗസയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു. ഈ സംഘടനയെയും ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട്. ശൈത്യകാലം കടുത്ത സാഹചര്യത്തിൽ ഈ വിലക്ക് ഗസയിൽ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്നവരെ പുറത്താക്കാനുള്ള നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ ഈ വിലക്കിനോട് പ്രതികരിച്ചത്. ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നവരെ നിശബ്ദമാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 10ഓളം രാജ്യങ്ങൾ ഇതിനോടകം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗസയിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള മാനുഷിക ദുരന്തത്തെ ഈ വിലക്ക് കൂടുതൽ വഷളാക്കുമെന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണെന്നുമാണ് UN അടക്കമുള്ള ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നത്.